നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രയോഗിച്ച പദമാണ് ക്ലാസ്സിൽ തന്നെ. പ്രകർഷേണ ആരംഭിച്ചത് പ്രാരബ്ധം. പ്രകർഷേണ നല്ലതുപോലെ ആരംഭിച്ചു കഴിഞ്ഞത്. ഒരു ജീവൻ മാതാവിൻ്റെ അണ്ഡവും പിതാവിൻ്റെ ബീജവും ചേർന്ന് സംജാതമാകുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ ബീജാണ്ഡങ്ങളുടെ സംയോഗത്തിൽ ബീജഭാഗം, ബീജഭാഗ അവയവം എന്ന് രണ്ടുണ്ട്. ബീജം എന്നെടുക്കുന്നത് സ്പേം, ഓവം എന്ന രണ്ടിനും കോമണായി പറയുന്ന പേരാണ്. ഭാരതീയ വൈജ്ഞാനികന്മാർ പൊതുവായി ഉപയോഗിക്കുന്നത് അതിന് ബീജം എന്ന് തന്നെയാണ്. അണ്ഡവും പുരുഷ ബീജവും രണ്ടും ബീജമെന്ന സംജ്ഞ കൊണ്ട് അവർ വെളിപ്പെടുത്തുന്നു. ബീജഭാഗം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ക്രോമസോമുകൾക്ക് സമാനമായ ഒരു തലമാണ് സുശ്രുതൻ പറയുന്നത് പ്രാചീനമായി. ബീജഭാഗ അവയവം എന്ന് പറഞ്ഞാൽ ജീനിന് സമാനമായതാണ്. ആധുനിക രീതിയിൽ പറയുകയാണ്. പൗരാണിക രീതിയിൽ ഇതിനെ ജന്മാന്തരങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഞാനൊരു ഫർട്ടിലൈസേഷൻ കഴിഞ്ഞ് എൻ്റെ അമ്മയുടെ ഗർഭാശയത്തിൽ ഏകകോശമായി സൈഗോട്ടായി രൂപാന്തരപ്പെടുമ്പോൾ തന്നെ എൻ്റെ വളർച്ചയുടെയും എൻ്റെ കർമ്മങ്ങളുടെയും ബീജാവസ്ഥ അതിൽ തന്നെ നിഹിതമാണ്, അബോധരൂപേണ. അതിനെ വൈകല്യങ്ങളിലേക്ക് നയിക്കാൻ അല്ലാതെ മാനവ പ്രയത്നങ്ങളൊന്നും സഹായിക്കുകയുമില്ല. കാരണം അതെന്തെല്ലാം ചെയ്യണം, എങ്ങനെയൊക്കെ വളരണം, എവിടെയൊക്കെ എത്തണം, ഇതൊക്കെ കൃത്യമായി അതിനകത്ത് നിഹിതമാണ്. കലലം, ബുദ്ബുദം, കർക്കേന്തു ഈ അവസ്ഥയൊക്കെ കഴിഞ്ഞ് ഭൂജാതനാവുമ്പോൾ അസ്ഥി ജായതേ വർദ്ധതേ വിപരിണാമതേ അപക്ഷീയതേ വിനശ്യതി എന്ന 6 വികാരങ്ങളും സംജാതമായി വളരുമ്പോൾ എന്നിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരിക്കുന്നതും യാതൊരു കർമ്മം ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റാതിരിക്കുന്നതും ആയ കർമ്മം പ്രാരബ്ധമാണ്. ക്ലിയർ? പുരുഷാർത്ഥം എന്ന് പറയുന്നത് എൻ്റെ പ്രയത്നത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 എണ്ണത്തിൽ ഇപ്പോൾ എന്നിലുണ്ടായ കാമം, സങ്കല്പം, അതിന് അനുകൂലമായി എന്നിലുണ്ടായ ആ കാമത്തിൻ്റെ വിസ്തൃതമായ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധാദി അർത്ഥതലങ്ങൾ, വിഷയാർത്ഥ തലങ്ങൾ, അത് എങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ ചെയ്യുന്നു എന്നത്, അത് ചെയ്തു തീർന്ന് എങ്ങനെ ഞാൻ അതിൽ നിന്ന് മോചനം നേടി മുക്തനാകുന്നു എന്നത്, ഇതടങ്ങുന്ന ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാകുന്നവ പുരുഷാർത്ഥങ്ങൾ. ക്ലിയർ? ഇനി ചോദിക്കാം. സാധാരണഗതിയിൽ ഇത് എല്ലാവർക്കും കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലത് കൃത്യമായ പഥ്യാചരണത്തോടെ കുട്ടിക്കാലത്ത് കുമാര അവസ്ഥയിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വിരോധവുമില്ല. ബ്രഹ്മിഘൃതം, സാരസ്വതഘൃതം ആർക്കൊക്കെ കൊടുക്കാം, എങ്ങനെ കൊടുക്കാം, എപ്പോൾ കൊടുക്കാം. അത് അത്താഴ പുറമെയാണെങ്കിൽ ഇച്ഛാപഥ്യത്തിൽ കൊടുക്കാം. കാലത്തെയാണെങ്കിൽ നല്ല പഥ്യനിഷ്ഠയോടെ കഴിക്കുന്നതാണ് ഉചിതം. പിന്നെ ചിലർ 2 നേരവും കഴിക്കാറുണ്ട്. ചോദ്യം അതായതുകൊണ്ട് 2 ഘൃതങ്ങളും 1/2 ടീസ്പൂൺ വീതം എടുത്ത് അതിൽ
സാരസ്വത ചൂർണവും കഞ്ചാവ് ചേർത്തുണ്ടാക്കുന്നതാണെങ്കിൽ ഉത്തമം. അങ്ങനെയാണ് അതിൻ്റെ യോഗം. ഇപ്പോൾ അത് ചേർക്കാറില്ല, കാരണം അത് നിരോധിച്ചിരിക്കുന്ന മരുന്നാണ്. അങ്ങനെയുള്ള സാരസ്വത ചൂർണവും അവിപത്തി ചൂർണവും 1/2 ടീസ്പൂൺ വീതം ചേർത്ത് കുട്ടികൾക്ക് കൊടുത്താൽ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ വളരെ വേഗത്തിൽ അതിൽ നിന്ന് മുക്തമാവും. ഓട്ടിസത്തിനും അത് നല്ല ഫലം ചെയ്യുന്നതാണ്. കാരണം തീരെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വളരെ ചെറിയ അളവിലേ കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രയാണ് അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്. 1 വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയൊക്കെ വളരെ ചെറിയ അളവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണിൽ താഴെയൊക്കെ കൊടുക്കാം. 5 മുതൽ 10 വയസ്സ് വരെയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ കൊടുക്കാം. 10ന് മുകളിലാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ കുട്ടിയുടെ ദഹനവും ഒക്കെ നോക്കി പ്രകൃതിയൊക്കെ നോക്കി കൊടുക്കുകയാണെങ്കിൽ അളവൽപ്പം കൂട്ടിയാലും കുഴപ്പമില്ല. അത് സാൽമ്യമെല്ലാം നോക്കണം. അതെ, ലിവറുമായി പ്രശ്നമുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലിവറിൽ പ്രശ്നമുള്ളവർക്ക് ദഹനശേഷിയൊക്കെ നന്നായി കുറയും. നെയ്യ് ദഹിപ്പിക്കാനുള്ള, അതായത് ഫാറ്റ് ദഹിപ്പിക്കാനുള്ള ശക്തി, ചില ഏരിയയിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഫാറ്റ് ദഹിപ്പിക്കാനുള്ള ശക്തി കൂടും. എന്ന് പറഞ്ഞാൽ തീരപ്രദേശങ്ങളിൽ പണ്ട് അവരുടെ ജനിതകങ്ങളിൽ ഫാറ്റി ഫുഡ് മാത്രമേ ഉള്ളൂ, മറ്റു ഫുഡില്ല. മത്സ്യം, മാംസം ഇവയൊക്കെ മാത്രം കിട്ടുന്ന സ്ഥലങ്ങളാണ്. കിഴക്കൻ മേഖലകളിലേക്ക് എന്നാൽ അവിടെ സ്റ്റാർച്ച് വളരെ കൂടുതലുള്ള ഭക്ഷണമാണ്. അരിയും ഗോതമ്പും കപ്പയും ചക്കയും ഒക്കെ അടങ്ങുന്ന ഭക്ഷണം മാത്രമാണുള്ളത്. സ്റ്റാർച്ചാണ് കൂടുതൽ. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിക്കുന്ന ഏരിയകൾ, ഫാറ്റ് മാത്രം കഴിച്ചു വളർന്ന ഏരിയകൾ, പ്രോട്ടീൻ മാത്രം കഴിച്ചു വളർന്ന ഏരിയകൾ. അപ്പോൾ ജനിതകത്തിൽ ഇവ മാത്രം കഴിച്ച് ശീലിച്ച ഒരാൾ പെട്ടെന്ന് വേറൊരു ദേശത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത അയാളുടെ ജനിതകത്തിന് വിശ്ലേഷണം ചെയ്യാൻ പറ്റാത്ത ഫാറ്റ് കഴിക്കുമ്പോൾ ഒട്ടേറെ രോഗങ്ങളുണ്ടാവാം. ഇന്ന് ഈ ഇറക്കുമതിയും WHO സ്റ്റാൻഡേർഡിലുള്ള ആഹാര സേവനവും ആരോഗ്യത്തിന് കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, പ്രോട്ടീൻ വേണമെന്നുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഒട്ടേറെ രോഗത്തിന് വഴിവെച്ചിട്ടുണ്ട്. കാരണം ഏത് സാധനം നിങ്ങൾ കഴിച്ചാലും കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റാക്കി പരിണമിപ്പിച്ച്, പ്രോട്ടീനെ ഫാറ്റാക്കി പരിണമിച്ച്, കഴിക്കുന്ന ഫാറ്റിനെ ദഹിപ്പിച്ച് ഫാറ്റാക്കി പരിണമിച്ചാണ് ആഡിപ്പോസ് ടിഷ്യൂകളിലും മറ്റും സൂക്ഷിച്ചു വയ്ക്കുന്നത്. പിന്നെ ശരീരം ആവശ്യഘട്ടത്തിൽ അതിനെ വീണ്ടും പരിണമിപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രക്രിയയ്ക്ക് കഴിവുള്ള ശരീരത്തിൻ്റെ ആ ശേഷിയെയും ശേമുഷിയെയും ആധുനിക വിദ്യാഭ്യാസവും സാങ്കേതിക അർത്ഥത്തിലുള്ള ആഹാര വ്യവസ്ഥയും നഷ്ടപ്പെടുത്തുന്നു. എൻ്റെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റിനെ ഫാറ്റാക്കാനുള്ള ടിഷ്യൂവിൻ്റെ ആ ഒരു സംസ്കാരം ഞാൻ ഫാറ്റ് കഴിക്കുന്നതോടെ നഷ്ടപ്പെടുന്നു. അത് നഷ്ടപ്പെടുമ്പോൾ ഒട്ടേറെ വൈകല്യങ്ങൾ എന്നിൽ സംജാതമാകുന്നു. അത് എന്നെ രോഗിയാക്കി മാറ്റുന്നു. എൻ്റെ ജനിതകത്തിന് ചേരാത്ത, ഞാൻ പുതിയ സംസ്കാരങ്ങളിൽ ചെന്ന് ഒട്ടുമ്പോൾ, പുതിയ ആളുകളുമായി ഇടപെടുമ്പോൾ, ആ ആഹാരം എനിക്ക് വെറുപ്പുള്ളതാണെങ്കിലും ഇഷ്ടമല്ലാത്തതാണെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഫോർമാലിറ്റി അതെന്നെ കഴിക്കാൻ പ്രേരിപ്പിക്കുകയും അത് മാരകങ്ങളായ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അങ്ങനെ വരുന്ന ജനിതക പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. അതിന് ഘൃതമല്ലാതെ ഒന്ന് ആയുർവേദത്തിൽ ഇപ്പോൾ കഷായ രൂപത്തിലുള്ള ആഹാരമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് കഴിക്കാൻ പറ്റുമ്പോൾ അയാളിലെ വികാരങ്ങളെ നോക്കി, വാതജം, കഫജം, പിത്തജം എന്ന വികാരങ്ങളെ നോക്കി 6 രസങ്ങളിൽ ഒതുങ്ങുന്ന, ഇപ്പോൾ കയ്പുള്ള പദാർത്ഥങ്ങൾ, മധുരമുള്ള പദാർത്ഥങ്ങൾ, തന്നെ എരിവുള്ള പദാർത്ഥങ്ങൾ, പുളിയുള്ള പദാർത്ഥങ്ങൾ, ചവർപ്പുള്ള പദാർത്ഥങ്ങൾ, ഇങ്ങനെ 6 രസങ്ങളിൽ ലേഹ്യങ്ങളായി, അതുപോലെ ഘൃതങ്ങളായി, അതുപോലെ തന്നെ അരിഷ്ടങ്ങളായി, ആസവങ്ങളായി, രസായനങ്ങളായി,
കഷായങ്ങളായി, ഗുളികകളായി ഒക്കെ വ്യത്യസ്ത രൂപത്തിൽ ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നത് രസകൽപ്പനയുടെയും അതുപോലെ തന്നെ ഓരോരുത്തരുടെയും പ്രകൃതിയുടെയും അതേപോലെ തന്നെ അയാൾക്ക് ദഹിപ്പിക്കാവുന്ന വസ്തുക്കളുടെയും അടിസ്ഥാനത്തിലാണ് സ്വരസം, മണ്ഡം, ഭാണ്ഡം കൂടാതെ ശീതകഷായം, ഇങ്ങനെ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ അവിടെ വന്നത് ഓരോരുത്തരുടെയും പ്രകൃതത്തെ നോക്കി വൈദ്യൻ കുറിക്കാൻ വേണ്ടിയാണ്. ആ ചോദ്യം മനസ്സിലായി? കൊടുക്കാം, അല്ലെങ്കിൽ അത് ചൂർണ രൂപത്തിൽ കിട്ടും, അത് കൊടുക്കാം, അരിഷ്ടമായി കൊടുക്കാം. അങ്ങനെ അതിൻ്റെ രൂപം മാറ്റി പ്രയോഗമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞത് ആയുർവേദത്തിന് അതിൻ്റെ ഒരു ഫിലോസഫിയുണ്ട്, ഒരു തത്വചിന്ത. അതെ, പ്രശ്നമുണ്ടാവും. മാത്രമല്ല ലിവർ ചിലപ്പോൾ ഔട്ടാവും. ഇപ്പം ലിവറിലൊക്കെ പ്രശ്നമുള്ളവർക്കാണ് ആ നെയ്യ് കൊടുക്കുന്നതെങ്കിൽ ഏത് നെയ്യായിരുന്നാലും ചിലപ്പോൾ പ്രശ്നമുണ്ടാവും. ചില നെയ്യ് ലിവറിനെ നന്നാക്കുന്നതുമുണ്ട്, അതിനായിട്ടുള്ള ഔഷധങ്ങളുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങളത് കഴിക്കുമ്പോൾ എന്ത് ആഹാരത്തോടുകൂടി തുടങ്ങിയോ അത് അവസാനം വരെ നിർത്തിയാൽ മതി. അങ്ങനെ ഇപ്പം തൽക്കാലം പഠിക്കുക നല്ലത്. ക്ലിയർ? എന്നെപ്പോലുള്ളവർ ക്ലിയറാണ്. ഞങ്ങൾ ഈ ആനന്ദം കൊണ്ടു നടക്കുകയാണ് ആളുകൾക്ക് വിൽക്കാൻ. ക്ലിയർ? അറിയാതെ വന്നതായിരിക്കണം വേണമെങ്കിൽ പോലും അത് ആപ്റ്റാണ്. വയറിൻ്റെ കാരണം കൊണ്ട് വരാം, മറ്റനേകം രോഗങ്ങൾ കൊണ്ടും വരാം. നാവിലെ പുണ്ണ് ഒട്ടനേകം കാരണങ്ങളുണ്ട്. എല്ലാ കാരണവും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ തുടങ്ങും, അത് രോഗം ഉണ്ടാക്കും. തൽക്കാലം വയറിൻ്റെ കാരണമായിരിക്കുമെന്ന് ഓർത്ത് പനിക്കൂർക്കയുടെ ഇളനീരും തേനും കവിൾക്കൊള്ളുക, കഴിക്കുക, 99% മാറും. അല്ലെങ്കിൽ അതിരാണിയുടെ പൂവും അതിൻ്റെ ചോട്ടിലുള്ള ആ അരി വരുന്ന കായും കൂടെ ഒന്നിച്ച് പറിച്ച് മോരിലരച്ച് കഴിക്കുക. അതിരാണി ഈ നാട്ടിൽ ഇഷ്ടം പോലുണ്ട്. മറ്റ് നാടുകളിൽ നിന്ന് വന്നവർ അതിരാണി എന്ന പേര് കേട്ട് പേടിക്കേണ്ട. കദളി, കല്ലം പൊട്ടി, കല്ലേപ്പൊട്ടി കുറയും. പിച്ചകത്തിൻ്റെ ഇല കുറയും. മറ്റേ ഇതിൻ്റെ എന്താ പറയുക, കരിനൊച്ചിയുടെ ഇല കൊണ്ട് കുറയും. ആടലോടകത്തില കൊണ്ട് കുറയും. മോര് കൊണ്ട് തന്നെ കുറയും. പുളിയാറില മോരിലരച്ച് കഴിച്ചാൽ കുറയും. ഇതൊക്കെ നല്ലതാണ്. മദനഫലം അതുകൊണ്ടും കുറയും. ഇതുകൊണ്ടെല്ലാം കുറയും. പക്ഷേ മതിഫലം, അതായത് മാതള നാരങ്ങ, തേനും ചേർത്ത് കഴിക്കുകയും വായിൽ കവിൾക്കൊള്ളുകയും ചെയ്ത ചോദ്യങ്ങളെല്ലാം ആയുർവേദമായി മാറുന്നു എന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ. ചിലത് വെറും അഭയാരിഷ്ടം കൊണ്ട് മാറും. ഒരു 50 ഗുളിക കഴിക്കുന്ന ചില കേസൊക്കെ വെറും അഭയാരിഷ്ടം കൊണ്ട് മാറും, കൃത്യമായി കടുക്ക കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ. ചിലത് വൈശ്വാനര ചൂർണ്ണം ഉച്ചയ്ക്ക് മോരിൽ കഴിച്ചാൽ വളരെ പെട്ടെന്ന് മാറും. അതിൽ ശരിക്ക് ഗതോദ്വേഗം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൻസൈറ്റി സാധാരണഗതിയിൽ ഹിങ്കുശീരാതി ചൂർണം കൊണ്ട് മാറും. അതൊരു ടീസ്പൂൺ 2 നേരം തേനിൽ കഴിച്ചാൽ മാറും. ഹിങ്കുശീരാതി ചൂർണം, അതാണ് ഈ ഗതോദ്വേഗത്തിന്, ആൻസൈറ്റി സ്റ്റേറ്റ് ന്യൂറോസിസ് അല്ലെങ്കിൽ ആൻസൈറ്റി ന്യൂറോസിസ് എന്ന് പറയുന്ന രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ഔഷധം ഹിങ്കുശീരാതി ചൂർണമാണ്. വൈശ്വാനരം കൊണ്ടും മാറും. വൈശ്വാനരം, അതായത് ദഹനേന്ദ്രിയ വ്യവസ്ഥ ആദ്യം താറുമാറാക്കും. ഒന്ന്, ഇത്
ഏതെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് സംഘർഷം വരുമ്പോൾ ഹൈപ്പോതലാമസിലും എൻഡോക്രൈൻ ഗ്ലാൻസിലും അതുപോലെ തന്നെ അഡ്രീനാലിലും റിയർ അഡ്രീനാലിലും സാരമായ മാറ്റം വരുത്തുകയും കണ്ഠഗോളകങ്ങളെ തുരിപ്പിച്ച് TSH കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും ഈ സമയത്ത്. പിന്നെ അബ്ഡോമിനൽ പ്ലക്സസിൽ വലിയ മാറ്റങ്ങൾ വരും. അത് മിക്കവാറും ആളുകളിൽ അബ്ഡോമിനൽ പ്ലക്സസിലാണ് ഇതിൻ്റെ ചാലകശക്തി പ്രവർത്തിക്കുന്നതെങ്കിലും പുറത്ത് കാണപ്പെടുന്നത് ബവൽ സിൻഡ്രോം ഒക്കെ ആയിട്ടായിരിക്കും. അപ്പം വൈശ്വാനര ചൂർണം അല്പം കഴിച്ചാൽ ഇത് അടിച്ചങ്ങ് മാറും. ഉച്ചയ്ക്ക് മോരിൽ ചോറുണ്ണുന്നതിന് തൊട്ട് മുമ്പ് നല്ല വൈശ്വാനര ചൂർണം നമ്മൾ പൊടിച്ചാൽ മതി. സഹസ്രയോഗത്തിൽ യോഗം ഉണ്ടാവും, എടുത്ത് പൊടിച്ചു വെച്ചാൽ നല്ല സാധനം കിട്ടും. അതൊരു പ്ലേറ്റിനകത്ത് ചോറുമായിട്ട് കുഴച്ച് വെച്ചാൽ അരമണിക്കൂർ കഴിയുമ്പോൾ ആ ചോറ് ദഹിച്ചിരിക്കും, പുറത്ത് തന്നെ, വയറ്റിനകത്ത് പോകാതെ. അത്രയും കൂടിയ ചൂർണമാണ്. അപ്പോൾ നമ്മുടെ അകത്ത് ദഹിക്കാതെ വരുന്ന വസ്തുക്കൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ ദഹനേന്ദ്രിയ വ്യവസ്ഥ താറുമാറാവും, ധാതു പാകങ്ങൾ മോശമാവും. അപ്പോൾ ഈ സാധനം കഴിക്കേണ്ടതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് മാറും. ഇല്ല, ഇത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നിട്ട് മറ്റുള്ള ആളുകളിൽ നിന്ന് കേട്ട് പഠിക്കുകയോ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലേതാണ് കൂടുതൽ ആദർശയോഗ്യമാകുന്നത്, അതിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരുണ്ടാവും. പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് അന്തർയോഗമാണ് നല്ലത് എന്നെനിക്കൊരാശയമുണ്ടെങ്കിൽ ഞാനൊരു ആന്തരിക യോഗത്തിൻ്റെ സ്ഥിതിയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നിപ്പിക്കുകയും ബാഹ്യമായ ചേഷ്ടകളിലെല്ലാം എനിക്ക് താല്പര്യം കൂടുകയും ആ സുഖങ്ങളെല്ലാം എനിക്ക് തരുന്നത് ഈശ്വരനാണ്, അല്ലെങ്കിൽ എൻ്റെ അന്തർയോഗ വ്യവസ്ഥയാണ്, ആധ്യാത്മികതയാണ് എന്ന് ഞാൻ വ്യാഖ്യാനിക്കുകയും ചെയ്യും. അപ്പോഴും ഞാൻ ബഹിരംഗ യോഗത്തിലാണ്. ക്ലിയറായി? പ്രായശ്ചിത്തം അത് പ്രാക്ടിക്കലായി നിങ്ങൾക്ക് നിങ്ങളിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ബോധത്തോട് രാത്രി കിടക്കുന്നതിന് മുമ്പും രാവിലെ ഉണരുന്നതിന് മുമ്പും ഈ കർമ്മങ്ങളെല്ലാം അഖിലവും ഞാൻ ചെയ്തത് അറിവില്ലാതെയാണ് അമ്മയെന്ന് എൻ്റെ ബോധത്തെ അമ്മയെന്ന് കരുതി പ്രാർത്ഥിക്കുന്നത് നല്ലൊരു പശ്ചാത്താപമാണ്. അത് അനുഷ്ഠാന സമ്പ്രദായങ്ങളിലൂടെ പോകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നവൻ ഉത്തമമായ സനാതന മാർഗത്തിലാണെങ്കിൽ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സദാ ഗൗരി, പ്രഭാതേ കരദർശനമെന്ന് പ്രാർത്ഥിച്ചായിരിക്കും എഴുന്നേൽക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, ചെറിയ ഭേദം ഉണ്ടാവും. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ എന്നായിരിക്കും കേട്ടിട്ടുള്ളത്. അത് ഞാൻ മുമ്പ് പറഞ്ഞ വൈകാരിക വിദ്യാഭ്യാസത്തിൽ ആന്തോളനം വരുത്തുമെന്നുള്ളത് കൊണ്ട് അതിലെ പ്രാചീന രീതി ഇതാണ്. അതായത് ലക്ഷ്മി, സരസ്വതി, ഗോവിന്ദൻ എന്ന് വരുമ്പോൾ ദേവതയുടെ രൂപം മാറുന്നത് കൊണ്ട് സങ്കല്പത്തിന് മാറ്റമുണ്ടാവും. മനസ്സിലായില്ല? 3 ദേവതകളെ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ സങ്കല്പത്തിന് മാറ്റമില്ല. അപ്പോൾ ഈ 3നെയും സങ്കല്പിച്ച് കൈത്തലം കണ്ടു കഴിയുമ്പോൾ ഒരു പശ്ചാത്താപമാണ്. 2 സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലെ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പശ്ചാത്താപവുമായി. അതിൽ യോജിപ്പിച്ചാലും മതി. പോരാ എങ്കിൽ, അത്രയും കാഠിന്യമുള്ളതാണ് വികാരങ്ങളെങ്കിൽ, അല്പനേരം ശാന്തമായ ബെഡിൽ എഴുന്നേറ്റിരുന്ന് തൻ്റെ ശ്വാസഗതിയെ വീക്ഷിച്ചിട്ട് ശ്വാസവീക്ഷണം ചെയ്യുമ്പോൾ ഏകാഗ്രത കൂടും. ഒന്നും ചെയ്യണ്ട, വലിക്കണ്ട, നീട്ടണ്ട, കുംഭിക്കണ്ട, രേചക പൂരകാദികളൊന്നും വേണ്ട. എങ്ങനെ നിങ്ങൾ നാച്ചുറലായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുവോ അതിനെ നോക്കുക മാത്രം ചെയ്യുക. കാരണം അത് നിങ്ങളുടെ പ്രാണായാമമാണ്.
മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജന്മജന്മാന്തരമായ പ്രകൃതിയിൽ ഇത്ര ശ്വാസം നിങ്ങൾ വിടണമെന്നുള്ള കണക്കനുസരിച്ച് പ്രകൃതി നിശ്ചയിച്ച പ്രാണന്റെ കണക്കിലാണ് നിങ്ങളിപ്പം വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് മസിൽ പിടിച്ചൊന്നും നീട്ടണ്ട. മനസ്സിലായില്ല? ഇപ്പൊ പോകണ്ട. കൂട്ടാനും കഴിയും, കുറയ്ക്കാനും കഴിയും. പക്ഷേ അതിനുള്ള ശ്രമത്തിന് പോകുമ്പോൾ അതിനു മുമ്പേ നാഡീശുദ്ധിയെയും ശരീരശാസ്ത്രത്തെയും ഒക്കെ കുറിച്ച് അവബോധമില്ലാതെ പോയാൽ അത് ചിലപ്പോൾ പ്രാണലയത്തിൻ്റെ പല സന്ദർഭങ്ങളിലും വരാവുന്ന പലതരം ഉന്മാദാദികൾക്ക് വരെ കാരണമാകാം. എങ്ങനെ നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്നു അതിനെ വീക്ഷിക്കുക, നോക്കുക. അത് ഇത് നോക്കാനിരുന്നാൽ കിട്ടും. വെറുതെ നിങ്ങൾ ഒരിടത്തിരുന്ന് പ്രാണവീക്ഷണം ചെയ്താൽ മനസ്സ് ശാന്തമാവും, ഏകാഗ്രതയുണ്ടാവും. അത് കഴിഞ്ഞാൽ വൃത്തി നിരോധം വരും. ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും സങ്കീർണത കുറഞ്ഞ വഴി പ്രാണവീക്ഷണമാണ്. ബാക്കിയെല്ലാം സങ്കീർണമാണ്. അതെ, അതിൽ വെറുതെ ശ്വാസം ശ്രദ്ധിക്കുക. നിങ്ങൾ എങ്ങനെ വിടുന്നോ അങ്ങനെ ശ്രദ്ധിക്കുക. ഇതിന് നിങ്ങൾ മസിലൊന്നും പിടിക്കാൻ പോകണ്ട, ബാക്കിയൊക്കെ മസിൽ പിടിക്കണം. നല്ലതാണ്, കാരണം അദ്ദേഹം താന്ത്രികമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മെത്തേഡ്സ് എളുപ്പമല്ല. അദ്ദേഹത്തിന് മാത്രം എളുപ്പമായിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആരാധകർക്ക് പെട്ടെന്ന് വായിക്കാവുന്നതാണ്. ആ മനുഷ്യനെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കോ ഈ നൂറ്റാണ്ടിലെ മനുഷ്യർക്കോ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ആ സബ്ജക്റ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പറയുന്നതിന് മുമ്പ് ആ മനുഷ്യനെ ഈ നൂറ്റാണ്ടിലെ ആധ്യാത്മികവാദികൾക്ക് പോലും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരു ബോൺ താന്ത്രിക്കാണ്. തന്ത്രയോഗയിൽ ശൈവാഗമങ്ങളുടെ തലങ്ങളിൽ വളരെ പ്രസിദ്ധമായ ഭൈരവതന്ത്രം എന്നൊരു ശാസ്ത്രശാഖയുണ്ട്. അതിൽ വസിഷ്ഠ സമ്പ്രദായത്തിലും സനൽകുമാര സനകാദികളുടെ സമ്പ്രദായങ്ങളിലുമൊക്കെ ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. തന്ത്രത്തിലാണ് ഏറ്റവും കൂടുതൽ സിസ്റ്റം ഉള്ളത്. അത് എല്ലാ വിഷയലോകങ്ങളിലും ഓടി നടക്കുന്നവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതല്ല. ഇപ്പം 108 വിധത്തിലോ 1008 വിധത്തിലോ ഉള്ള ഒരു സമ്പ്രദായത്തെ എടുത്ത് ഒരാചാര്യൻ പഠിപ്പിക്കുമ്പോൾ അതിലേതെങ്കിലും സമ്പ്രദായത്തിൽ മനനം ചെയ്യുന്ന മനുഷ്യൻ പെടും. തീർച്ചയായും അതെ. അതുകൊണ്ടാണ് പറഞ്ഞത് അത് പ്രയാസമാണ്. മെഡിറ്റേഷൻ ഒരു നൗണാണ്, പക്ഷെ അതൊരു വെർബാക്കിയാണ് ഇന്ന് ആചാര്യന്മാർ പഠിപ്പിക്കുന്നത്. കണ്ടംപ്ലേഷൻ ഈസ് എ വെർബ്, മെഡിറ്റേഷൻ ഈസ് നോട്ട് എ വെർബ്. ധ്യാനം ഒരവസ്ഥയാണ്, അത് നിർവിഷയം മന എന്നാണ് അവസ്ഥ. അറിവിലൂടെയും എത്താം, അതൊരു വഴിയാണ്. അല്ലാതെയും എത്താം. വാസനയൊക്കെ ക്ഷയിക്കും. വാസനാക്ഷയത്തിനല്ല പ്രശ്നം വരുന്നത്. അല്ലാതെ എത്താൻ ശ്രമിക്കുമ്പോൾ എത്തിയവനും എത്തിക്കുന്നവനും മനസ്സിലാകാതെ പോകുന്ന ചില രംഗങ്ങളുണ്ട്. ബാലവത്, പിശാചവത്, ഉന്മത്തവത്. അതൊക്കെ സഹിക്കാൻ തയ്യാറാകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയല്ല ഇന്ന് നമുക്കുള്ളത്. ഇതിന് കോൺസെൻട്രേഷൻ ഒന്നും വേണ്ട. ഞാൻ ആടിനെ എണ്ണാൻ പോകുമ്പോൾ കോൺസെൻട്രേഷൻ കൊണ്ടല്ല എണ്ണുന്നത്, ഒരാവശ്യം കൊണ്ട് എണ്ണുക എന്ന് പറയുന്ന പോലെ ഒരു കോൺസെൻട്രേഷനും വേണ്ട. ഞാൻ എൻ്റെ ശ്വാസം വിടുന്നു എന്നുള്ളത് സത്യമാണ്. വിടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ശ്വാസം എടുക്കുന്നു എന്നതും മൗലികമായ സത്യമാണ്.
ഞാൻ ശ്വാസം എടുക്കുന്നു, നിലനിർത്തുന്നു, വിടുന്നു. ഞാൻ എടുക്കുന്ന മാത്ര, ഞാൻ നിർത്തുന്ന മാത്ര, ഞാൻ വിടുന്ന മാത്ര എൻ്റേത് മാത്രമാണ്. അതുപോലാണ് മറ്റൊരാളിൻ്റെ. ഞാൻ എങ്ങനെ എടുക്കുന്നു, എങ്ങനെ നിർത്തുന്നു, എങ്ങനെ വിടുന്നു എന്നതിനെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്നത് മാത്രമാണ് പ്രാണവീക്ഷണം. അതിനൊരു സാങ്കേതികത്വമില്ല. ജസ്റ്റ് എൻ്റെ പ്രാണനെ വീക്ഷിക്കുന്നു. ആ പ്രാണനെ വീക്ഷിച്ചിട്ട് പറ്റുന്ന കുറച്ച് സമയം രാവിലെ നിൽക്കുമ്പോൾ പ്രാണനെ വീക്ഷിച്ചിട്ട് ആ വീക്ഷിച്ച് കഴിഞ്ഞ പ്രാണനെ കേന്ദ്രമായി പശ്ചാത്തപിക്കുന്നത് ഉത്തമമാണ്. പശ്ചാത്താപത്തിൽ അത് കഴിഞ്ഞ് ഞാൻ നടത്തുന്ന എന്നോടുള്ള നിർദ്ദേശങ്ങൾ എൻ്റെ സൂക്ഷ്മ ശരീരത്തിലും കാരണ ശരീരത്തിലും കൂടിയിരിക്കുന്ന അധ്യാസങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സഹായകവുമാണ്. രാത്രിയിൽ ഞാൻ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഇത് ചെയ്യാവുന്നതാണ്. രണ്ട് സമയത്തും ചെയ്യേണ്ട രീതിക്ക് ഒരല്പം ഭേദഗതി കൂടെ ഉണ്ടാക്കിയാൽ കൂടുതൽ ഉചിതമാവും. നിദ്രാദൗ ജാഗരസ്യാന്തേ യോ ഭാവഃ തം ഭാവം ഭാവയൻ രാമ ആത്മാരാമോ ഭവേത്. എനിക്ക് നിത്യവും അനുഭവമാകുന്ന ഒരു ഭാവമാണ് എൻ്റെ സാമാന്യ ഭാവം. ഞാൻ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരാളോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ അയാൾ എൻ്റെ മുമ്പിലുണ്ട്, വർത്തമാനം പറയുന്ന വിഷയമുണ്ട്, എൻ്റെ ബുദ്ധി അതിനെ തിരിച്ചറിയുന്നുണ്ട്. അല്പം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ അയാളെയും വർത്തമാനത്തിലെ സംഭവങ്ങളെയും വിട്ട് ഒരു സാമാന്യ ബോധത്തിൽ ചുറ്റുമെല്ലാം കാണാം, പ്രതികരിക്കാനാവില്ല എന്നൊരു സാമാന്യ ബോധത്തിൽ നിലകൊണ്ട് കഴിഞ്ഞാണ് ഉറക്കത്തിലേക്ക് വീഴുന്നത്. Am I right? ഡ്രൈവേഴ്സിന് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കെ മയക്കം വന്നു തുടങ്ങിയാൽ കാലിൻ്റെ ബ്രെയിനിന് ബ്രേക്കും അറിയാം, കൈക്ക് സ്റ്റിയറിങ്ങും അറിയാം. അടുത്തിരിക്കുന്ന ആളുകളെ മറന്നു പോവുകയും മെല്ലെ മെല്ലെ അയാൾ സാമാന്യമായി എന്തോ കേൾക്കുകയും ചെയ്യും. ആ കേൾക്കുന്നതിലെ ചില ശബ്ദങ്ങൾ നമ്മൾ വർത്തമാനം പറയുമ്പോൾ ശ്രദ്ധിക്കാതെ വർത്തമാനം പറയുമ്പോൾ ആ വർത്തമാനത്തിലെ ചില ശബ്ദങ്ങൾ അയാളുടെ വാസനയിൽ സുഷുപ്തിയെ ഉണ്ടാക്കുകയാണെങ്കിൽ അയാൾ സാമാന്യത്തിൽ നിന്ന് ശൂന്യത്തിലേക്ക് പോകുമ്പോൾ ഒന്നുകിൽ വണ്ടി 400 അടി താഴ്ചയിലേക്ക്, അല്ലെങ്കിൽ വേറൊരു വണ്ടിയിലേക്ക്, അല്ലെങ്കിൽ വേറെ കുളത്തിലേക്ക്. മനസ്സിലായില്ല? അതിൽ ചിലരുടെ ശബ്ദത്തിന് ഉറക്കാനുള്ള ശക്തി കൂടുകയും ചെയ്യും. വണ്ടിയിലിരുന്ന് സംസാരിക്കുമ്പോൾ ഇത് കൃത്യമായി അറിയാം. Am I right here? നിനക്കെങ്ങനെ അറിയാം? ഉറക്കാൻ ഞാനും പറഞ്ഞ് നീയും അലവേലും കൂടെ വേദാന്തം പറഞ്ഞ് അയ്യർ 100 അടി താഴ്ചയിലേക്ക് ഒരു ബൈക്കുകാരനെ ഇടിച്ച് തെറിപ്പിച്ച് താഴേക്ക് പോകുമ്പോൾ അലമേലു കയറി വന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുട്ടറ്റം വെള്ളത്തിൽ നിന്നാണ്. Am I right, അലമേലു? ശരിയാണ്. പിന്നെ ഞാൻ നീ പാടിയിട്ടാണ് അയ്യർ ഉറങ്ങിയതെന്ന് പറയുമെന്ന് ഓർത്താണ് ആദ്യമേ തടഞ്ഞതെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ല. കണ്ടോ, നിനക്ക് നിന്റെ കാരണങ്ങളുണ്ട്. എല്ലാ മനുഷ്യനും എത്ര ഉറക്കളച്ചാലും വണ്ടി ഓടിച്ച് ശീലിച്ചവർ പകൽ ഉറക്കളച്ചു എന്ന കാര്യത്തിന് ഉറങ്ങുകയില്ല. അതിനേക്കാൾ പ്രശ്നം വണ്ടിയിലിരുന്ന് ബാക്കിയുള്ളവർ പല കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം ഒരേ റിതമിൽ പോയാൽ മയക്കം വരും. അതുകൊണ്ടാണ് കുട്ടിയെ ഉറക്കാനുള്ള അമ്മ പാട്ട് പാടില്ല, രാരീരീ രാരീരീ. കുഞ്ഞിന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, അവൻ ഉറങ്ങും. മനസ്സിലായില്ല? വാ 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 എന്നിങ്ങനെ വാ 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 എന്ന് വെക്കുമ്പോൾ കുഞ്ഞിന് ഉറങ്ങിയേ പറ്റൂ. നോ, നിങ്ങൾ ഒരേ ശബ്ദം ഇട്ട് നോക്കിയേ. പിന്നെ
സുഖമായ സുഷുപ്തിയിലേക്ക് പോകും. ചിലരെ കണ്ടാൽ നമ്മൾ ഉറങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ആ വിഷയം ഇത് തീർന്നില്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം തീർന്നില്ല. അപ്പോൾ ആ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ജാഗരസ്യാന്തേ, ജാഗ്രത്തിൻ്റെ അവസാനത്തിൽ, നിദ്രയുടെ ആദിയിൽ ഏതൊരു സാമാന്യ ഭാവമാണോ ഉള്ളത്, ക്ലിയർ, അത് വീക്ഷിച്ചുകൊണ്ട്, പ്രാണനെ വീക്ഷിച്ചിട്ട് അത് വീക്ഷിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചാൽ കൂടുതൽ ഉത്തമം. അതും ഒരു മാർഗമാണ്. ഇതൊക്കെയാണ് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന മാർഗങ്ങളിൽ പെട്ടത്. മറ്റേ ധ്യാനം എല്ലാവർക്കും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമാണ്. അത് നിരന്തരമായ ഗുരുശിഷ്യ സങ്കല്പങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിലപ്പം പോകും, അല്ലെങ്കിൽ കുറച്ചൊന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ നല്ലതാണ്. അതിന് തന്ത്രാഗമങ്ങളുടെ വഴികളൊക്കെ വളരെ ശ്രേഷ്ഠമായുണ്ട്, പഠിക്കാൻ അത്ര എളുപ്പമല്ല. ചെറുപ്പകാലത്ത് തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ആദ്യത്തെ ആ ശ്വാസം, ആ ഒരു ശ്വാസ പ്രക്രിയ 15 ഒരു ശ്വാസം കൊണ്ടുള്ള, അപ്പോൾ നമുക്ക് ഒരു കൂടുതൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് തോന്നുന്നത് അതുപോലെ ചെയ്ത്, എങ്ങനെ നമുക്ക് പൂക്കി വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പൂക്കി വിളിക്കുക, അതുപോലെ ഡാൻസ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡാൻസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഫുൾ പവർ എക്സ്പ്ലോസ് ചെയ്യല്. അങ്ങനെ ചില ആചാര്യന്മാർ പറയാറുണ്ട്. പക്ഷെ അതൊന്നും സാമ്പ്രദായികമായി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളവയല്ല. തെറ്റാണെന്ന് എനിക്ക് പറയാനാവില്ല. അതെല്ലാം പോയി കഴിഞ്ഞാൽ കോൺസെൻട്രേഷനാണ് കിട്ടുന്നതെന്ന്, അതെ, അത് സമാധാനവും കോൺസെൻട്രേഷനുമാണ് എന്ന് നേരത്തെ ഒരു സജഷൻ കിടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതോ, അതല്ല കൂക്കി വിളിച്ചത് കൊണ്ടുണ്ടാകുന്നതോ, നേരത്തെ ഇങ്ങനെ ഒരാൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇത് കോൺസെൻട്രേഷനായി മാറുമോ എന്നൊക്കെ കൺട്രോൾ എക്സ്പെരിമെൻറ്റിൽ നോക്കിയിട്ടല്ലാത്തതുകൊണ്ട് പറയാനാവില്ല. മറ്റത് പ്രാണവീക്ഷണം ആർക്കാണെങ്കിലും ഏകാഗ്രത തരുന്നതും ശാന്തവുമാണെന്ന് കണ്ടിട്ടുണ്ട്. മറ്റത് തെറ്റാണെന്ന് പറയാൻ എനിക്കാവില്ല, ശരിയാണെന്ന് പറയാനുമാവില്ല. പ്രാണനെ ആപാദമസ്തകം നിറയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമായി കേൾക്കാമെങ്കിലും അത് എളുപ്പമല്ല. ഓംകാരത്തിനേക്കാളും ശക്തി കൂടുതലാണ് ഹൂ എന്ന ശബ്ദം എന്ന് പറയുന്നത്. അതായത് ഉപ്പൂറ്റി നിലത്തടിക്കുമ്പോൾ ഹൂ എന്ന ശബ്ദങ്ങൾ ഒരു ഉച്ചരിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വൈബ്രേഷൻ, ഓംകാരത്തിനേക്കാളും കൂടുതലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാവും. എനിക്കറിയില്ല, അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയില്ല എന്ന് മാത്രമേ പറയാനറിയൂ. കാരണം വെച്ചാൽ ഞാൻ കേട്ടിരിക്കുന്നത് പണ്ട് സോഹം എന്ന് ജപിക്കാറുണ്ട്, അത് അജപയാണ്. ആ സോഹം പാശ്ചാത്യർ ഹംസോ എന്ന് പറഞ്ഞു കൊടുത്ത ഇവിടുത്തെ ആചാര്യന്മാർ പാശ്ചാത്യ നാട്ടിൽ ചെന്ന് ഹംസോ എന്ന് പറഞ്ഞപ്പോൾ HUMSO എന്നെഴുതിയത് അവർക്ക് ഹുംസോ എന്നാവുകയും ആ പാശ്ചാത്യർ ഇവിടെ വന്ന് പഠിപ്പിച്ചപ്പോൾ പല ക്ലാസ്സുകളും ഞാൻ കേട്ടിട്ടുണ്ട് ഹുംസോ എന്ന് പറയുകയും കുറേ കഴിഞ്ഞപ്പോൾ അത് കേട്ട മലയാളികൾ ഹൂം എന്നുച്ചരിച്ചാൽ ശക്തി കൂടുമെന്ന് പറയുകയും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെട്ടതാണെങ്കിൽ അത് തികച്ചും അശാസ്ത്രീയമാണ്. അതല്ല മറ്റെന്തെങ്കിലും അനുഭവ പ്രമാണത്തിലോ മറ്റേതെങ്കിലും വൈദികമായ കണ്ടെത്തലിൻ്റെ പേരിലോ ഒരാചാര്യന് അനുഭവമുണ്ടായി പഠിപ്പിച്ചതാണ്, നമുക്ക് നിഷേധിക്കാനാവില്ല. ഒരു ശാസ്ത്ര പ്രമാണങ്ങൾ ആഗമങ്ങളിലുണ്ട്, നമുക്ക് നിഷേധിക്കാനാവില്ല. ഇതല്ലാതെ ഓംകാരത്തേക്കാൾ കൂടിയതാണ് എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ കേട്ടിരിക്കുന്നത്, ഞാൻ 1-2 ക്ലാസ്സുകൾ അങ്ങനെയുള്ളവരുടെ കേട്ടിട്ടുണ്ട്. ആ ക്ലാസ്സുകളിൽ കേട്ടിരിക്കുന്നത് പാശ്ചാത്യൻ ഹംസോ എന്നവൻ ഉച്ചരിക്കാതെ ഹുംസോ എന്നുച്ചരിക്കുകയും ഹ്യൂംസോ എന്നാക്കുകയും അത് കഴിഞ്ഞ് ഹുങ്കാരത്തിന് ശക്തി കൂടുതലുണ്ടെന്ന് അത്
ഹൂങ്കാരം എന്ന് പറയുന്ന ശബ്ദത്തിലേക്ക് വരിക. ഹൂങ്കാരം ആസുരമാണ്. അതിൽ നിന്ന് ആത്മീയത ഉണ്ടാവും എന്ന് പറയാനാവില്ല. മറ്റത് എനിക്ക് അറിയില്ല. കാരണം ഒന്നിനെക്കുറിച്ച് ഞാൻ എതിർത്ത് പറയുന്നത് എനിക്ക് ഒട്ടും യോജിക്കില്ല. കാരണം നിങ്ങൾ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ട് അങ്ങനൊരു അനുഭൂതി കിട്ടിയെങ്കിൽ പറയുക, അപ്പോൾ ഞാനും അത് പങ്കുവയ്ക്കാം. മറ്റതാവില്ല. ക്ലിയർ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് ഓരോ ഇന്ദ്രിയ വൃത്തിയും അത് കണ്ടിട്ട് ഇന്ദ്രിയം പിൻവാങ്ങുന്നു എങ്കിൽ അതിൽ വാസനകൾ ഉണ്ടാകുന്നില്ല. 1000 കുട്ടികൾ, പെൺകുട്ടികൾ നടന്നു വരുന്ന ഒരു കോളേജിൽ അതിന് നേരെ നടന്നു പോകുന്ന ആൺകുട്ടികളിൽ ഒരാൾ ആ 1000 കുട്ടികളിൽ 999 പേരെ കണ്ട് സ്ത്രീകൾ കടന്നുപോയതായി കണ്ടിട്ട് ഭാവമുണ്ടാകാതെ അതിൽ ഒരു കുട്ടിയിൽ ഭാവം വരുന്നത് രണ്ടാമത് നോക്കി ഇന്ദ്രിയത്തിനപ്പുറം മനസ്സ് രതിയിലേർപ്പെട്ടതുകൊണ്ടാണ്. മനസ്സിലായി? അങ്ങനെ വിഷയങ്ങളെ എല്ലാം നോക്കുന്നത്, ഒരു വിഷയമല്ല, ഏത് വിഷയവും ഇന്ദ്രിയ പരിപ്രേക്ഷ്യത്തിൽ ഏത് വിഷയത്തെയും ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളിലൂടെ അനുമിച്ച് രണ്ടാമതും നോക്കുന്നത് വാസനയ്ക്ക് കാരണം. അതിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ കഴിഞ്ഞാൽ വാസനകൾ ഉണ്ടാകാതിരിക്കും. ക്ലിയർ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഇല്ല, ഞാൻ അവതാരങ്ങളെപ്പറ്റി, മത്സ്യക്കൂർമ്മ വരാഹങ്ങളെന്ന അവതാരത്തെപ്പറ്റി പറഞ്ഞില്ല. എൻ്റെ ജന്മജന്മാന്തരങ്ങളിൽ മത്സ്യമായും ആമയായും കൂർമ്മമായും ഒക്കെ പതിച്ചിട്ടും മോക്ഷം കിട്ടാത്തതിനെ കുറിച്ച് പറഞ്ഞു. ഇല്ല 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 ഇല്ല, അത് അവിടെ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അവികലമായൊരു പ്രാണായാമം ഓരോ വ്യക്തിക്കുമുണ്ട് നാച്ചുറലായി. അതിനെ അവികല പ്രാണായാമം എന്നാണ് പറയുന്നത്. അത് അയാൾ മാറ്റുമ്പോൾ അയാളുടെ പ്രകൃതിക്ക് മാറ്റം വരുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഗുണമെന്ന പോലെ ദോഷവും ഉണ്ടാവും. ഓംകാരത്തിൻ്റെ അകാര ഉകാര മകാദികളുടെ ദൈർഘ്യവും ബീജ ബിന്ദു ആദികളുടെ ദൈർഘ്യവും ഒക്കെ ചേർത്ത് അതിനെ പോകുന്നതിന് സ്ഫോട ദർശനമനുസരിച്ചും ശാബ്ദിക ദർശനമനുസരിച്ചും നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ഉൾക്കൊള്ളാതെ നാം ഓം എന്ന് ഉച്ചരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഓംകാരമാവുന്നില്ല. പണ്ട് കാലത്ത് നല്ലപോലെ അറിയുന്ന ശംഖ് വിളിക്കുന്ന ക്ഷേത്രങ്ങളിലെ ആളുകൾ മരന്മാരാണെന്ന് തോന്നുന്നു അല്ലേ? ശംഖ് വിളിക്കുന്ന ആളുകൾ പ്രണവമാണ് വിളിച്ചിരുന്നത്. ഇന്ന് ബ്യൂഗിൾ വിളിക്കുന്ന പോലാണ്. അപ്പോൾ ആ പ്രണവത്തിൻ്റെ അകാര ഉകാര മകാരങ്ങൾ കഴിഞ്ഞ് അമാത്രയിൽ വന്നത് ലയിക്കും. അതിന് പ്രാണായാമത്തിൻ്റെ ആ സാധനയൊക്കെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ട് നിങ്ങൾ ചെയ്യുകയാണ് നല്ലത്. കുറയും. ഓങ്കാരം ഈ പറഞ്ഞ പോലെ ജപിക്കുകയാണ്, വെറുതെ ജപിക്കുകയാണെങ്കിൽ ഉണ്ടാവില്ല, കുറയും, വരും. അല്ലെങ്കിൽ തന്നെയും ഈ പ്രാണായാമത്തിലുള്ള ഈ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ
ബോധതലത്തെ ശരിയായ രീതിയിൽ പ്രജ്ഞാപരാധമില്ലാതെ കൊണ്ടുപോയാൽ മിനിമം 100 വയസ്സ് വരെ ജീവിക്കും. കാരണം വൈദികർ പറയുക, പശ്യേമ ശരദശതം, ജീവേമ ശരദശതം, പുഷ്യേമ ശരദശതം, രോഹേമ ശരദശതം, ഭൂയേമ ശരദശതം, ഭൂയാശ്ച ശരദശതം. 100 ശരത്കാലം ആയുരാരോഗ്യങ്ങളോടുകൂടി ഇരിക്കാൻ 20 വയസ്സ് കഴിഞ്ഞു വരുന്ന ഗർഭാധാന സംസ്കാര കർമ്മത്തിലും വിവാഹ സംസ്കാര കർമ്മത്തിൽ അതിനു മുമ്പും ശതം ജീവ എന്ന ഇറുക്കുണ്ട്. അഥർവത്തിൽ ഋഗ്വേദത്തിൽ 100 വയസ്സിനിപ്പുറത്ത് മരിക്കുന്ന എല്ലാ മരണങ്ങളും അകാലമൃത്യുവായി എണ്ണുന്നത്, കാലമൃത്യുവായി എണ്ണുന്നില്ല. അതിനുമപ്പുറം 100 വയസ്സിനിപ്പുറത്ത് മരണം എപ്പോഴെങ്കിലും വരുന്നുവെങ്കിൽ ഔഷധരൂപിയായ പർവ്വതത്തെ വെച്ച് തടുക്കൂ എന്ന് ആശംസയുണ്ട്. അതിനുമപ്പുറം അച്ഛൻ ജീവിച്ചിരിക്കെ മകൻ, ജ്യേഷ്ഠൻ ജീവിച്ചിരിക്കെ അവരജൻ മുതലായ മരണങ്ങളെല്ലാം നിന്ദ്യമാണെന്ന് വേദം വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനിതൊന്നും വേണ്ട. ക്ലിയർ? ഉത്തരം ചോദ്യത്തിനകത്തുണ്ട്. ആർക്കും ആവില്ല. സങ്കല്പമാണ്. അതിനാണ് പറഞ്ഞത്. കാരണം ഒന്നാമത് ഇതെല്ലാം ഇത്തരം സങ്കല്പങ്ങളെല്ലാം മനുഷ്യൻ വെച്ചു പുലർത്തുന്നത് നല്ലതാണ് എന്നതിനോട് യോജിച്ചാൽ തന്നെ ക്ഷിപ്രസാധ്യമല്ല. പ്രജ്ഞാപരാധം. ധീ ധൃതി സ്മൃതി വിഭ്രംശാഹ കർമ്മയത് കുരുതേ അശുഭം പ്രജ്ഞാപരാധം തം വിദ്യാത് സർവദോഷ പ്രകോപണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി ധീ, എൻ്റെ ധൃതി ക്ഷമ മുതലായവ, സ്മൃതി ഓർമ്മ, ഇവയെല്ലാം എപ്പോഴാണോ ഞാൻ വിട്ടിട്ട് വിഭ്രംശമായിട്ട് കർമ്മങ്ങളെ ചെയ്യുന്നത് അതിനെ പ്രജ്ഞാപരാധം എന്ന് പറയുന്നു. അത് വാതപിത്ത കഫങ്ങളെ ദുഷിപ്പിക്കുന്നതും സകല രോഗങ്ങളെയും ഉണ്ടാക്കുന്നതുമാണ്. അത് ആദി ദൈവികങ്ങൾ, ആധ്യാത്മികങ്ങൾ, ആദി ഭൗതികങ്ങൾ എന്ന ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണ്. ആധ്യാത്മികങ്ങൾ ആദിബല പ്രവൃത്തങ്ങൾ, ദോഷബല പ്രവൃത്തങ്ങൾ, ജന്മബല പ്രവൃത്തങ്ങൾ. ആദി ഭൗതികങ്ങൾ സംഘാത ബലപ്രവൃത്തങ്ങൾ, ആദി ദൈവികങ്ങൾ കാലബല പ്രവൃത്തങ്ങൾ, ദൈവബല പ്രവൃത്തങ്ങൾ. ഇങ്ങനെയുള്ള ദോഷങ്ങളെ ഉണ്ടാക്കുന്നതാണ്. അവയാണ് നാം കാണുന്ന എല്ലാ രോഗങ്ങളും. ക്ലിയർ? അത് കഴിഞ്ഞൊന്ന് ചോദിക്കട്ടെ. ക്ലിയർ? ഉദാഹരണം വേണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുണ്ടാകുവാൻ കാരണമായിരിക്കുന്ന ഋതുവിൻ്റെ മാറ്റം വരുന്നത് കാലബലപ്രവൃത്തം. അച്ഛനമ്മമാരുടെ ബീജത്തിൽ നിന്നുണ്ടാകുന്നത് ആദിബലപ്രവൃത്തം. അമ്മയുടെ ദോഹദ കാലത്ത് വേണ്ട ആഗ്രഹങ്ങൾ സാധിക്കാതെ ഇരിക്കുന്നത് ജന്മബലപ്രവൃത്തം. അന്നരസജങ്ങളായത് ജന്മബലപ്രവൃത്തം. ക്ലിയർ? ഉദാഹരണം മതിയാവും. ഒരമ്മ ഗർഭിണിയായിരിക്കെ അമ്മയുടെ ആഗ്രഹം, കുഞ്ഞിൻ്റെ ഹൃദയവും അമ്മയുടെ ഹൃദയവും അമ്മ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് ദൗഹദം എന്ന് പറയും. രണ്ട് ഹൃദയം, ദൗഹൃത്
2 ഹൃദയം അമ്മ പ്രവർത്തിപ്പിക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ആഗ്രഹം നടപ്പാക്കി കൊടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹൃദയത്തിന് ജന്മന രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാനുള്ള കാരണമായി വരുന്നത് ജന്മബലപ്രവൃത്തത്തിൽപ്പെടും. ഇപ്പം മനസ്സിലായി? ഇതെല്ലാം പ്രജ്ഞാപരാധത്തിൽ നിന്ന് വരുന്നതാണ്. പൂർവജന്മ സംസ്കാരം. അതുകൊണ്ടാണ് ഈ അമ്മയിൽ തന്നെ വന്ന് ജനിക്കുന്നത്. തീയും ധൃതിയൊക്കെ വിട്ട കർമ്മങ്ങൾ അധികവും. ബുദ്ധി വേണ്ട രീതിയിൽ മനസ്സിനെ പോഷിപ്പിക്കാതെ മനസ്സ് വൈകാരികമായ തലങ്ങളിൽ പലപ്പോഴും ശ്രദ്ധയില്ലാതെ ഒട്ടേറെ കർമ്മങ്ങൾ ചെയ്യും. അച്ഛനെ തല്ലുക, ജീവികളെ കൊല്ലുക, ഇതൊക്കെ ബോധമുണ്ടെങ്കിൽ ചെയ്യാവുന്നതല്ല. ക്ലിയർ? മതിയെന്ന് ഞാൻ പറഞ്ഞില്ല, നിരീക്ഷിക്കുക എന്ന്. ഇത് കേട്ട് ഇല്ല, അതേ അർത്ഥത്തിൽ തന്നെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നാം അറിയാതെ ശാന്തിയും ഏകാഗ്രതയും വരും. പ്രാണവീക്ഷണം പോലെ എളുപ്പമായ ഒന്ന് വേറെ ഇല്ലെന്നാണ് മിക്കവാറും ഈ വഴിയിൽ പോയിട്ടുള്ള ആചാര്യന്മാരുടെയൊക്കെ മതം. ആദ്യം ഒബ്സർവ് ചെയ്തിട്ട് ഇനി സംശയം നാളെ വരുമ്പോൾ ചോദിച്ചാൽ കുറെ കൂടെ നന്നാവും. നിരീക്ഷിച്ച സമയത്ത് തോന്നിയതാണ് ചോദിച്ചോളൂ. അത് ചോദിച്ചോളൂ. ആവില്ല. ബാഹ്യവും ആഭ്യന്തരവുമായ കുംഭകത്തിലെ ബാഹ്യ കുംഭകത്തിൽ ശ്വാസമില്ലാതെ വരും. ആന്തര കുംഭകത്തിൽ ശ്വാസമില്ലാതെ വരില്ല. ബാഹ്യ കുംഭകത്തിൽ വരും. ബാഹ്യ കുംഭകത്തിൽ ശ്രദ്ധിക്കരുത്. ബാഹ്യ കുംഭകത്തിൽ ശ്രദ്ധിക്കുവാനിടയായി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ബാഹ്യ കുംഭകത്തിൽ പ്രാണനില്ലാത്തൊരു നിലയാണ്. അത് കുറച്ച് പരിശീലനം കിട്ടാതെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ 2 മിനിറ്റോ ഒക്കെ കഴിഞ്ഞാൽ അത്രയൊന്നും വരികയില്ല, അതിനിപ്പുറം തന്നെ പോകും. വേണ്ടത്ര എല്ലായിടത്തും പ്രാണൻ ചെല്ലില്ല. അപ്പോൾ ചില അവയവങ്ങൾ തളർന്നു പോകും, ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അതല്ലെങ്കിൽ നാദബ്രഹ്മാനന്ദയെ പോലൊക്കെ ആ അവസ്ഥിതിയിലെത്തിയിട്ട് ചെയ്താൽ മതി. ചോദിക്കാൻ വന്നത് അങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞതായില്ല. ഞാൻ പറഞ്ഞായില്ലെന്ന് മാത്രമാണ് ഉത്തരം. വെക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു കണ്ടീഷനിങ്ങിന് പോകാതെ വീക്ഷിക്കണം. കണ്ടീഷനിങ് ഉണ്ടാവരുത്. ദെൻ ചോദിക്കണം. പുറത്തേക്ക് പോവുകയല്ല, അത് പ്രശ്വാസ വേഗതയിൽ പ്രച്ഛർദന വിധാരണങ്ങളെ കൊണ്ട് അവ മലത്തിലേക്ക് ലയിച്ചുവാൻ സാധ്യതയുണ്ട്. കാരണം പ്രാണായാമം എന്ന പ്രക്രിയയിലൂടെയാണ് ഈ പ്രപഞ്ച സർജനത്തിലെ വിഷവസ്തുക്കളെ മുഴുവൻ പാമ്പ് തൻ്റെ ഫാങ്ങിൽ ഒതുക്കുന്നത്. അതുകൊണ്ട് ലോകത്തേറ്റവും ഉപകാരികളാണ് പാമ്പ്. ഭൂമിയിൽ നിന്ന് പാമ്പ് പൂർണ്ണമായി ഇല്ലാതായാൽ ഭൂമിയിലെ വായുവിൽ വന്നിരിക്കുന്ന ടോക്സിൻസ് കൊണ്ട് തന്നെ മനുഷ്യജീവിതം അസാധ്യമായിത്തീരും. അങ്ങനെ പറയാം. നിങ്ങൾ 2 പേരുടെ കാര്യത്തിൽ ഒരാളെ മനസ്സിലായില്ല. അതുകൊണ്ട്
ഞാൻ പ്രതികരിച്ചു. ഇനി ഞാൻ പറയണ്ട. കൈവകി അല്ല, ലേശം വ്യത്യാസമുണ്ട്. എങ്കിലും യങ് പറയുന്നതിനോട് വളരെ അടുത്താണ്. ഹി നോസ് ദ ടെക്നിക്ക്. എങ്ങനെ ഏതാണ്ട് ഒരു പിടി കിട്ടിയിട്ടുണ്ട്. ഇഫ് എനി വൺ വിഷസ് ടു അക്വൈൻറ്റൻസ് വിത്ത് ആൻ idea of the unconscious, I am suggesting Indian mysticism where he can see the clearest elaboration of the antimonies of the unconscious. Psyche and Symbol book. അതെഴുതണമെങ്കിൽ അത്ര എളുപ്പം എഴുതി തള്ളാവുന്നതല്ല. If anyone wishes to get an acquaintance with the psychology of the unconscious, I am suggesting Indian mysticism where Indian and Christian mysticism where he can see the clearest elaboration of the antimonies of the unconscious. അത് വെറുതെ ഒരുത്തന് ചുമ്മാ എഴുതി പോകാൻ പറ്റില്ല. അതും ഫ്രോയിഡുമായി തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം. സോ യങ് കുറേ ദൂരവും, പാവ്ലോവ് ചില തലങ്ങളിലും. മെഡിറ്റേഷൻ ഒരവസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതൊരു ടെക്നിക്കല്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ടംപ്ലേഷൻ ഒരു ടെക്നിക്കാണ്. യു ക്യാൻ കണ്ടംപ്ലേറ്റ് അപ്പോൺ സംതിങ്, ബട്ട് യു കനോട്ട് മെഡിറ്റേറ്റ്, ബിക്കോസ് മെഡിറ്റേഷൻ ഈസ് ദ നൗൺ. അതൊരവസ്ഥയാണ്. ധ്യാനം, നിർവിഷയം മനം. മനസ്സ് നിർവിഷയമാകുന്ന ഒരവസ്ഥയാണ്. ഏതിലെ ആയാലും. അതെ, ഈഷദ്ഭേദമേ ഉള്ളൂ. കാരണം സമാധിക്ക്, അതായത് ിലേക്കുള്ള ആ പ്രവേശനദ്വാരം, അതാണ് അവിടെ വരുന്നത്. ഈഷദ്ഭേദമേ ഉള്ളൂ. അതേതാണ്ട് ധാരണ മുതൽ അത്രയേ ഉള്ളൂ. അത് പിന്നെ സമാധിയിൽ വരുന്ന ഭേദങ്ങളാണ്. അല്ല, വ്യത്യാസമുണ്ട്. നിർബീജത്തിൽ അതിൻ്റെ ബീജം പോലും ഇല്ല. മറ്റതുണ്ട്, ബീജമുണ്ട്. ബീജമുണ്ട് അവിടെ. തർക്കമായില്ലാത്തത്. സൂക്ഷ്മവും സ്ഥൂലവും ഇല്ല. കാരണം കിടപ്പുണ്ടൊരൽപ്പം. അത് വാർത്തികത്തിൽ പറയുന്ന പോലെയല്ല ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. വാർത്തികകാരൻ പറയുന്നത് നിർവിതർക്ക സമാധിയും നിർബീജ സമാധിയും ഒന്നായിട്ട് തന്നെയാണ്. അവിടെ അങ്ങനൊരു വ്യാഖ്യാന ഭേദമുണ്ട്. ആ ഭേദം വരുമ്പോൾ പിന്നെ ആ രണ്ട് ശബ്ദത്തിന് അർത്ഥമില്ലാതെ വരും. ഒന്ന് മതിയെന്ന് വരും. ഈഷദ്ഭേദമുണ്ട്. മുഞ്ഞിയും മുഖവും എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണെങ്കിലും അതുണർത്തുന്ന ഭാവത്തിൻ്റെ ഭേദം പോലെ. ഇല്ല, നിർബീജത്തിലില്ല. ആ, നിർവിതർക്കത്തിൽ അല്പമുണ്ട്. അങ്ങനെ ചെയ്താൽ കൂടുതൽ പ്രയോജനമുണ്ട്. അതങ്ങനെ പറഞ്ഞു തരാൻ എനിക്കും ആവില്ല. സാധാരണ പോലെ ചൊല്ലുക. ഇപ്പം അങ്ങനെ ചൊല്ലുന്നത് കൊണ്ട് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ പൂർണ്ണ ഫലം ഇത്തരം കാര്യങ്ങൾ, അതായത് ആധ്യാത്മിക യോഗത്തിൻ്റെ ഡെപ്ത് ഫണ്ടമെൻ്റലുകൾ, അതിൻ്റെ ഒരു അവസ്ഥിതിയിലിരുന്ന് സൗമ്യമായി നേടേണ്ടതാണ്. അതൊരു 1-to-1 റിലേഷനിൽ പോകുന്നതാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. 1-to-1 റിലേഷൻ എന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമെന്നിരിക്കുന്നു. നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ ഫങ്ഷൻസ് ആൻഡ് റിലേഷൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് തോന്നുന്നു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് മനസ്സിലായി? കേട്ടിട്ടില്ല? y=fx ഒക്കെ പഠിക്കുമ്പോൾ അതിലെ പോലെ ഒരു റിലേഷനാണ്. ഒരു ഗണിത യുക്തിയുള്ള ഒരു റിലേഷനാണ് അത്. നമ്മളിൽ അതിനുള്ള അധികാരിയായി നമ്മൾ മാറുക, അത് നമുക്ക് തരാൻ അധികാരിയായ ഒരു ആചാര്യനുമായി സംഗമിക്കാൻ കഴിയുക,
ആ ഹൃദയവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ തർക്കവിതർക്കങ്ങളില്ലാത്ത ഒരു ഭാവാത്മകതയിൽ വെച്ച് അദ്ദേഹം നമ്മളിലേക്ക് സംക്രമിപ്പിക്കുമ്പോൾ ആ വാത്സല്യത്തിലൂടെ കടന്നു വരുന്ന ഒരു വൈകാരിക തലത്തിൽ അതങ്ങ് പെട്ടെന്ന് ഉണരുകയാണ് ചെയ്യുന്നത്. സാധാരണ പോലെയില്ല, അത് സാധാരണ പോലെയില്ല. ഏത് മാത്രയിൽ എങ്ങനെ ചൊല്ലുന്നു അങ്ങനെയില്ല. അതിൽ അപകടമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അതിൻ്റെ പൂർണ്ണ ഫലം കിട്ടണമെങ്കിൽ വിധിയാവണം. അത് മന്ത്രശാസ്ത്രത്തിനെല്ലാം ഉണ്ട്. അതിൻ്റെ അംഗന്യാസ കരന്യാസങ്ങൾ, ദേവത, ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ആ ദേവതയുടെ അനുഗ്രഹമില്ലാതെ മന്ത്രസ്വരൂപം വെളിവാവില്ല. അങ്ങനെ ചൊല്ലുക. തൽക്കാലം അത്രയാകുമ്പോൾ അത് കുറേ കഴിയുമ്പോൾ അതിനുള്ള ആ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചൊല്ലുക. മറ്റത് അതിനൊരു മന്ത്രസ്വരൂപമുണ്ട്. അത് അതിൻ്റെ ഒരു ലോജിക്കിലാണ് അത് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രവേശനദ്വാരം തന്നെ വേറെയാണ്. അങ്ങനെയും പറയാം. ആ പദം കൊണ്ട് മതിയാവൂ എന്നുള്ള ശങ്കയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിന് ഫിറ്റാവുമ്പോൾ, അതിന് അധികാരിയായിത്തീരുമ്പോൾ യാദൃച്ഛികമായി നമുക്ക് വിശ്വസ്തനായ ഒരു ആചാര്യനെ കണ്ടുമുട്ടും. ഇപ്പം നമ്മൾ ഒരാളിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമ്മളെ നിശബ്ദമാക്കുന്ന, നമുക്ക് വാക്കുകൾക്കതീതമായ ഒരനുഭവം കിട്ടുന്ന സാമ്പ്രദായികമായ ഒരാചാര്യനുമായി സംഗമിപ്പിക്കുന്ന ഒരു വേളയിൽ നമ്മിൽ ഉണരുന്ന, അതുവരെയുള്ളതെല്ലാം കാര്യകാരണ ഗുരുക്കന്മാരുടെ പടലങ്ങളിൽ നമ്മളെ അങ്ങോട്ട് പ്രചോദിപ്പിക്കുന്നവരായി എണ്ണുന്നതാണ് ഉചിതം. ഇത്തരം ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഈ വഴിയിലുള്ള പ്രചോദനത്തിന് അവർ കാരണമായി എന്ന് കേൾക്കുക. മറ്റതല്ല, നമ്മെ വാത്സല്യം കൊണ്ട് ആ സ്ഥലത്തെത്തിച്ച് ആ അനുഭവത്തെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന് നമുക്ക് ഇച്ഛിക്കുമ്പോഴെല്ലാം ആ അനുഭവങ്ങളിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ആനന്ദ നിർവൃതിയുണ്ട്. അത് തീർച്ചയായും ജീവന്റെ കർമ്മകാണ്ഡം അവസാനിക്കുമ്പോൾ എല്ലാവരും എത്തുന്ന ലോകമാണത്. എത്താതെ ആരും പോവില്ല. എത്ര എടുക്കേണ്ടി വന്നാലും അത് നിങ്ങളുടെ ജന്മാവകാശമാണ്. തടയാൻ ആർക്കും ആവില്ല. കിട്ടിയെന്ന് വരാം. കിട്ടണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കിട്ടാൻ നിങ്ങൾക്ക് വേഗത്തിലിടയാകട്ടെ എന്നെനിക്ക് പറയാം. ഞാനായിരിക്കുമോ പറഞ്ഞു തരേണ്ടതെന്ന് ഇപ്പോഴും എനിക്ക് പറയാനാവില്ല. അതിന് ഫിറ്റായിട്ടുള്ള ആളിൽ നിങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങൾ അടങ്ങുന്നത് പോലൊരു അനുഭൂതി ഉണ്ടാവും. സംഭവിക്കും, എത്തും. അതിന് എങ്ങനെയാണ്? സാധ്യതയുണ്ട്. ഒന്നും അറിയാത്ത എന്ന് പറയുന്ന അറിയാത്ത ആളുമാവാം. തീർച്ചയായും ആവും. മന്ത്രം കൊണ്ടും മരുന്ന് കൊണ്ടും മണികൾ കൊണ്ടുമാവും. ജന്മം കൊണ്ടുമാവും. ജന്മസിദ്ധന്മാർ, മന്ത്രസിദ്ധന്മാർ, മണിസിദ്ധന്മാർ, ഔഷധസിദ്ധന്മാർ ഒക്കെ ഉണ്ട്. എല്ലാം കൂടി ഉള്ളവരുമുണ്ട്. ഇല്ല, അതൊക്കെ പിന്നെ ഏറ്റക്കുറച്ചിലുകൾ. അത് എത്താത്ത ആളുകൾ ഇതുണ്ട് എന്ന് അഹങ്കരിക്കുമ്പോൾ ഉള്ള ഏറ്റക്കുറച്ചിലൊക്കെ ഉള്ളൂ. പോകുമെന്ന് പറയാനാവില്ല. നിങ്ങൾ അതിനുള്ളിലാണെങ്കിൽ ഏതുകൊണ്ട് എത്തിയതാണെങ്കിലും പോവില്ല. അതാ പറഞ്ഞ്, അതുകൊണ്ട് പോവില്ല. പിന്നെ അത് അവൻ ഔഷധം കൊണ്ടുണ്ടാക്കിയതാണ്, ഞാനിത് സാധന ചെയ്തുണ്ടാക്കിയതാണ് എന്ന് ഞാൻ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ വേഗം മനസ്സിലായിക്കൊള്ളുക, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് കാരണം അതിലെത്താത്ത ആളുകൾ വല്ല ശീർഷാസനത്തിൽ നിൽക്കുകയോ വജ്രാസനത്തിലിരിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ സാധനയിലാണ് എന്ന അഹന്ത വരുമ്പോൾ അന്യരെ നിന്ദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. നമുക്കറിയില്ല എന്ന് പറയാനുള്ള വിനയം അവശ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. മറ്റത് മോശമാണ്. കാരണം അവരെത്തിയോ ഇവരെത്തിയോ, എത്തിയ ഒരാൾ എല്ലാവരും എത്തിയതായിട്ടാണ് കാണുക.
പിന്നല്ലാതെ അത് മറക്കാൻ പറ്റില്ല. പറ്റില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി യാതൊരു വിധത്തിലും പേടിക്കണ്ട. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷണം നടക്കാതെ തന്നെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും. അതുറപ്പാണ്. അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അന്വേഷിക്കാതെ തന്നെ കണ്ടുമുട്ടിയിരിക്കും. അന്വേഷിച്ചാൽ വേഗത തീവ്രതയും കൂടും. മണികൾ രസം കൊണ്ടുമൊക്കെ ഉണ്ട്. രസമണികൾ. മർക്കുറിയുടെ തന്നെ, അതായത് ശിവബീജം എന്നറിയപ്പെടുന്ന പാരതം, അതും പാർവതീ രക്തമെന്നറിയപ്പെടുന്ന ഗന്ധകം, അത് രണ്ടും ചേർന്ന് വരുന്ന അതിൻ്റെ ഒരുപാട് വിഭൂതികളുണ്ട്. അത് രസേശ്വര വിദ്യയിൽ പറയുന്നതാണ്. ഉറപ്പായിട്ട് ഇത് സംശയിക്കുന്നു. എനിക്ക് മറുപടി തൽക്കാലമില്ല. കാരണം അങ്ങനെ അല്ലേ എന്ന് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ചോദിക്കുമ്പോൾ ഞാനതിന് മറുപടി പറയുന്നത് എനിക്കുചിതമാവില്ല, എൻ്റെ അറിവിലല്ല. സ്വാമിജി, ഔഷധം കൊണ്ട് എത്താൻ പറ്റുന്നത് ആൾക്കാർ ചിലരായിരിക്കില്ലേ, പിന്നെ സ്വന്തമായിട്ട് കണ്ടെത്തി എത്തുന്നവരും ചിലരായിരിക്കും. ഓരോരുത്തരുടെ ഭേദമനുസരിച്ച് അങ്ങനെ എത്താം. ചിലർ ഇതൊരു അറിവ് എന്ന നിലയിൽ ഇതെല്ലാത്തിലും പരീക്ഷിക്കുന്നവരും ഉണ്ടാകും. അത് അങ്ങനെ ചെയ്യാം. അതുകൂടാതെ ഇതെല്ലാം ചെയ്ത് എല്ലാത്തിലൂടെയും ഈക്വലാണ് എന്ന് കണ്ടെത്തുന്നവരും ഉണ്ടാകും. കാരണം വെറുതെ ഇരിക്കില്ലേ, വേറെ എന്തോ ചെയ്യാനാണ്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. ചില ആചാര്യന്മാർ ഒരു പണിയില്ലാത്തവരുണ്ട്. അവർക്ക് കുസൃതിയും വിനോദവും ഒക്കെ ഇത്തരം കാര്യങ്ങളിലാണ്. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നിൽക്കാമ്പോൾ ആരുടെയെങ്കിലും വായി നോക്കിയിരിക്കാനുണ്ടാകും കുറേ നേരം, അല്ലെങ്കിൽ വല്ല ആഹാരത്തിൻ്റെയും വായി നോക്കി. ഇത് അവരാഹാരമൊന്നും അന്വേഷിച്ച് പോകാതെ ആഹാരം കൊണ്ട ജനം കൊടുക്കുന്നു. എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും കിളി പഴം കൊത്തി കടിച്ചു പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ ആഹാരം കിട്ടുന്നു. ആളുകളൊന്നും ഇല്ലാത്തൊരു വനത്തിൽ പോയിരുന്നാൽ അവിടെ കിളികളെങ്കിലും ഭക്ഷണം കൊണ്ട് കൊടുക്കും. അതിന് പോലും ഒരിക്കലും മുട്ടുവരാത്ത ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും മുട്ടുവരില്ലാത്ത, ഒരാഗ്രഹവും സാധിക്കേണ്ടതില്ലെങ്കിലും സകലതും കൊണ്ടുവന്ന് കൊടുത്ത് അസൂയ തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട്. വേണമെന്ന് പറഞ്ഞ് ഓടുന്നവനെ കൊടുക്കാതെ പ്രകൃതി തള്ളിയിട്ട് വേണ്ട എന്ന് പറയുന്നവൻ്റെ പുറകെ കൊണ്ടുവന്ന് സ്വീകരിക്കണമേ എന്ന് പറയുന്ന പ്രകൃതിയിൽ വെറുതെ ഇരിക്കുന്ന അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വരുമ്പോൾ ആ വെറുതെ ഇരിപ്പിൽ ഇതൊക്കെ പരീക്ഷിക്കുന്ന ആളുകളുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെയുണ്ട്. അവരിലൊരാളെ നമുക്ക് കണ്ടുമുട്ടാൻ എപ്പോഴെങ്കിലും കഴിഞ്ഞാൽ ഭാഗ്യമായി, കാണുന്നത് തന്നെ ഭാഗ്യമായി. നമുക്കിങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? ജ്ഞാനികളെക്കുറിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? ഒരു ജ്ഞാനിക്കല്ലാതെ ജ്ഞാനിയെ തിരിച്ചറിയില്ല. ജ്ഞാനിയെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ചോദ്യം വളരെ ക്ലിഷ്ടമാണ്. കാരണം ചില സ്ഥലങ്ങളിൽ ചിലരിയ്ക്കുമ്പോൾ അവർ ജ്ഞാനികളാകാം, അതേസമയം മാനസിക രോഗികളുമാകാം. പാരനോയിയ എന്ന രോഗവും മാനസിക രോഗവും ചില അവധൂത ലക്ഷണങ്ങളും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരാളെ പോയി കണ്ടു, നമസ്കരിച്ചു. കുറച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളറിയാണ് ഇയാളെ കറണ്ടും കൊടുത്ത് കിടത്തിയിരിക്കുകയാണ്, പാരനോയിയാണ്, ഇയാൾ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ മാനസികാവസ്ഥ ഒന്നാലോചിച്ച് നോക്കുക. അതേസമയം നമ്മൾ പാരനോയിയാണെന്ന് പറഞ്ഞ് ഒരുത്തന്നെ നിന്ദിച്ച് കല്ലുവെറിഞ്ഞിട്ട് പോന്നു. കുറേ കഴിഞ്ഞാണ് അയാൾ ഈ സിദ്ധാവസ്ഥയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദന. രണ്ടായാലും വേദന തുല്യമാണ്. റൈറ്റ്? തീർച്ചയായും അങ്ങനെയുള്ളവരെ ദർശിക്കാൻ കഴിയുക
അതിൽ കുഴപ്പം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അപൂജ്യ എത്ര പൂജ്യന്തേ പൂജ്യായാം ച വ്യതിക്രമ ചത്വാരി തസ്യ നശ്യന്തി ആയുർവിദ്യ യശോബലമെന്ന് പ്രമാണമുണ്ട്. അപൂജ്യനായവനെ പൂജിച്ചാൽ ആയുസ്സും വിദ്യയും യശസ്സും ബലവും പോവും. പൂജ്യനെ പൂജിക്കാതിരുന്നാലും പോവും. അതാണ് ഇതിൻ്റെ ക്ലിഷ്ടത. അതുകൊണ്ട് കുറേയെങ്കിലും സാധന ചെയ്യുമ്പോൾ നമ്മുടെ ഉൾക്കാഴ്ചയിൽ തോന്നും, അതല്ലാതെ വഴിയില്ല. ഇപ്പം ഞാനൊരു 4 പേരെ എൻ്റെ അടുത്തിരുത്തി ഇംഗ്ലീഷിൽ പറയാൻ അറിയാവുന്നയാളോ അല്ലെ മലയാളത്തിൽ പറയാൻ അറിയാവുന്നയാളോ തമിഴിൽ പറയാവുന്നയാളോ ഇരുന്നിട്ട് പറഞ്ഞു, ഇത് മഹാനാണ്, ഗംഭീരനാണ്, അദ്ദേഹം ഈ പറയുന്നയാളൊരു വലിയ ഔദ്യോഗിക നിലയൊക്കെ രാജിവെച്ചിട്ട് വന്ന് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച് വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് നമസ്കരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എന്താണ്? ഇത്രയും മഹാനായ ആൾ ജോലി വെറുതെ കളയുമോ? ഇയാൾ വെറുതെ വന്നിങ്ങനെ നിൽക്കുമോ? ഞാനും അയാളും കൂടെ ചേർന്ന് വരുമാനത്തെ പങ്കിടുമ്പോൾ 30% എൻ്റെ വീട്ടിലേക്കും 30% എൻ്റെ ട്രസ്റ്റിനും 30% മറ്റൊരു പരിപാടിക്കും 10% അയക്കും കൊടുത്താൽ ഭംഗിയായി ബിസിനസ് നടക്കും. റൈറ്റ്? പക്ഷെ നിങ്ങൾക്ക് നമസ്കരിക്കേണ്ടി വരും. പക്ഷെ നിങ്ങളുടെ ആയുസ്സും വിദ്യയും യശസ്സും ബലവും പോവും. കാര്യം ഞാൻ ചെയ്യുന്ന തട്ടിപ്പാണോ അല്ലയോ അതിൻ്റെ പാപം ആരനുഭവിക്കും, അതൊക്കെ വേറെ കാര്യം. അപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അത് സാധനയിലൂടെ അറിയാൻ കഴിയും. ആരുടെ സാമീപ്യത്തിലെത്തുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു, ആരുമായി സംവദിക്കുമ്പോൾ തൻ്റെ അകത്തെ ശങ്കകൾ ദൂരീകരിക്കപ്പെടുന്നു. ഉത്തരം പറയുന്നത് എന്താണ് എന്നതിനേക്കാൾ പോലും അത് കേൾക്കുന്ന എൻ്റെ ശങ്കകൾക്ക് പരിഹാരമുണ്ടാകുന്നുവോ എന്ന് നോക്കുമ്പോൾ ആ ശബ്ദസാധനയിൽ എന്തോ ഉണ്ടാവും എന്ന് തീർച്ചയാണ്. മനസ്സിലായില്ല? ഞാൻ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും കാര്യം ചോദിക്കാനാണ് ചെന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞ ഉത്തരം ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും വടക്കേ അമേരിക്കയിലെയും കാര്യമല്ല, എൻ്റെ അന്തരംഗത്തിലെ കാര്യമാണ് ഉത്തരമായി പറഞ്ഞത്. പക്ഷേ ആ ശബ്ദത്തിൽ എനിക്ക് ശാന്തിയുടെ ഒരു ഭാവം ലഭിച്ചു എങ്കിൽ അയാൾ എൻ്റെ ചോദ്യത്തിനാണോ യുക്തിപൂർവമാണോ ഉത്തരം പറഞ്ഞതെന്ന് പോലുമുള്ളത് അപ്രസക്തമാണ്. മനസ്സിലായി? അത് കിട്ടുന്നു എങ്കിൽ എന്തെങ്കിലും കയ്യിൽ കാണും. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ബഹുമാനിക്കേണ്ടതാണ്. ഇല്ല, തിരിച്ചറിയാൻ വയ്യെങ്കിൽ നിന്ദിക്കാതെ അകന്നു നിൽക്കേണ്ടതാണ്. കുറഞ്ഞ പക്ഷം. കാരണം ഏതെങ്കിലും കാരണവശാൽ നിന്ദ്യനല്ലാത്തവനെയാണ് നിന്ദിച്ചതെങ്കിൽ നമുക്കൊരു വേദനയ്ക്ക് നാളെ ഇടയുണ്ട്. ശരിയാണ്. ആരെയും നിന്ദിക്കാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ഉചിതം. അതവസ്ഥയാണ്. ഹംസൻ, കുടീചകൻ, അത് പറയാൻ പറ്റില്ല. അതായത് ഏത് പരമഹംസാണ്? അദ്ദേഹം ഇപ്പം ഈയിടെ സമാധിയായല്ലേ, രാമചന്ദ്ര പരമഹംസ് അല്ലേ? സമാധിയായല്ലേ? അദ്ദേഹം ഒരു സമ്പ്രദായത്തിലെ മഹന്താണ്. അത് അവിടെ പരമഹംസ സമ്പ്രദായത്തിൽ സന്യാസം സ്വീകരിച്ചിട്ടുള്ള ഒരു മഹന്താണ് അദ്ദേഹം. അദ്ദേഹത്തിന് മുമ്പ് പാർലമെൻറ്റിൽ തന്നെ ശോഭിച്ചിരുന്ന ഒരാളുണ്ട്, മഹന്ത വൈദ്യനാഥ്. അദ്ദേഹം ഹിമാലയത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഗോരഖ്നാഥ് സമ്പ്രദായത്തിൽ സന്യാസമുള്ളയാൾ. നാഥ് സമ്പ്രദായത്തിലും താന്ത്രികാരാധനയുടെ ഒരു സമ്പ്രദായമാണ്. അതിൽ ഗോരഖ്നാഥ് ഇന്നും ഹിമാലയത്തിൽ അദ്ദേഹമുണ്ടെന്നും അപൂർവമായി മാത്രം ആളുകൾക്ക് ദർശനം കൊടുക്കുന്നുണ്ടെന്നും
അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ട്. സാധാരണ ഞങ്ങളൊക്കെ ആളുകളെ ഒന്ന് വരട്ടാൻ, ഞാനും ഹിമാലയത്തിൽ പോയപ്പോൾ കണ്ടു, കൈലാസത്തിലേക്ക് പോകുന്ന വഴിക്കെന്നൊക്കെ തട്ടിമൂളിക്കാറുമുണ്ട്. അപ്പോൾ അതിൽപ്പെട്ടതാണ് ഗോരഖ്നാഥ് സമ്പ്രദായത്തിൽ മഹന്ത് അവൈദ്യനാഥ്, ദൈവം സമാധിയായെന്ന് തോന്നുന്നു. ഇതൊക്കെ സമ്പ്രദായങ്ങളാണ്, പറയാൻ പറ്റില്ല. കാരണം മറ്റൊരാൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാനസികമായതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ്. അവലിടിക്കുന്ന ഒരവലിടിയൻ രണ്ടൊലക്കകളിൽ കാല് ചവിട്ടി അവലിടിക്കുമ്പോൾ മടിയിൽ കിടക്കുന്ന കുട്ടിക്ക് മുല കൊടുക്കുകയും ആ രണ്ടൊലക്കയും മാറി മാറി വരുന്നിടത്ത് അവല് തൂത്തിടുകയും ആ തൂത്തിടുകയും മുല കുടിക്കുകയും കുട്ടിയുടെ തുടയിൽ ഇടയ്ക്ക് തല്ലി ഉറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനിടയിൽ വരുന്ന സ്ത്രീക്ക് ഇത് തൂത്തിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൽ അളന്നു കൊടുക്കുകയും അവരോട് അവരുടെ മകളുടെ പ്രസവത്തെക്കുറിച്ച് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് കുശലം പറഞ്ഞ് സന്തോഷിപ്പിച്ച് നാളെയും അവൽ ഇവിടുന്ന് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുകയും താൻ തരുന്ന അവൽ 5-6 എട്ടിൻ്റെ നെല്ലിടിച്ചതാണെന്നും ഇപ്പോൾ സമീപ പ്രദേശത്തെ ഇടിയന്മാർക്ക് കിട്ടിയിട്ടുള്ളത് 5-6 എട്ട് അല്ലെന്നും അത് ജയനെല്ലാണെന്നും ജയയുടെ അവലിന് കയ്പുണ്ടാകുമെന്നും അവല് വലുതായിരിക്കുമെന്നേ ഉള്ളൂവെന്നും ശർക്കര എത്ര ഇട്ടാലും അതിൻ്റെ മക്കു പോവില്ലെന്നും അതിനെപ്പറ്റി കുറവും കുറ്റവും പറഞ്ഞു കൊടുക്കുകയും കഴിഞ്ഞ മാസം വന്ന് അവല് വാങ്ങിച്ചു കൊണ്ടുപോയതിൻ്റെ പണം ബാക്കിയുള്ളത് ഇത്രയാണെന്നും ഇപ്പോൾ ഇത്രയാണെന്നും മനക്കണക്കിലൂടെ പറഞ്ഞ് ബാക്കി പൈസ തന്നതിൻ്റെ ബാക്കി ഇത്ര, ഇനി ബാക്കി കൊച്ചിരുമാ നിപ്പുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിനിടയിൽ വാങ്ങാൻ വരുന്നവരോട് കുശലം പറയുകയും സംഭാഷണം ചെയ്യുകയും സന്തോഷിപ്പിക്കുകയും കുട്ടിയെ തുടയിൽ തല്ലുകയും അതിനിടയിൽ അവല് തൂത്തിടുകയും ചെയ്യുമ്പോൾ തന്നെ ഇവൾ മറന്നുവോ എന്ന് വിചാരിക്കുന്ന ഭർത്താവിനെ നോക്കി കണ്ണിറുക്കി കാണിക്കുകയും അതിനിടയിൽ അയാളോട് ഇന്ന് വൈകുന്നേരം പോയി അടിച്ചിട്ട് വന്നാൽ ഞാൻ സമ്മതിക്കില്ല, കാശൊന്നും ഞാൻ തരില്ല എന്ന് പറഞ്ഞ് ചെറുതായി ആ പണം പിടിക്കുകയും അയാൾ അതിൽ നിന്ന് വേണമെന്ന് പറയുമ്പോൾ ഇന്ന് 10 മതി എന്നൊക്കെ പറഞ്ഞ് അയാളെ അല്പം കുടിക്കാൻ പ്രേരിപ്പിക്കുകയും ഇതെല്ലാം ചെയ്യുമ്പോഴും അവളുടെ ശ്രദ്ധയെ എങ്ങനെയാണോ ഒലക്കയുടെ മൂട്ടിൽ കൈമുട്ടാതെ സൂക്ഷിക്കുന്നത് അതുപോലെ. Am I right? So we cannot assume. സമയമായി എന്നാണ് കാണിച്ചത്, അതുകൊണ്ട് നമുക്കിന്ന് നിർത്താം. അവലിടിയനോടൊപ്പം അതായത് തസ്മാത് സർവേഷു കാലേഷു മാ മനുസ്മര.